ഹലോ ഗൈസ്, നമ്മുടെ പഴയ ചാനൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം നഷ്ടപ്പെടും നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മൾ വീണ്ടും ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. പഴയ ചാനൽ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ വരുന്ന ഈ ഒരു ചാനലിലായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് നോക്കിയിരിക്കുക. ഇന്നത്തെ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. ചെറുതോണി വരെ പോയപ്പോൾ ആ വഴി നമ്മുടെ കാൽവരിമാണ്ട് വ്യൂ പോയിൻറ്റിലും ഒന്ന് കയറി. അപ്പം നമ്മുടെ ചെറുതോണിയിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ള ഈ വഴി നല്ല അടിപൊളി വഴിയൊക്കെയാണ്, പക്ഷേ അപകടങ്ങൾ ഒരുപാടുണ്ടാകുന്ന ഒരു വഴിയും കൂടെയാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ നേരെ കാൽവരിമാണ്ടിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. ചെറുതോണിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയും കട്ടപ്പനയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയുമായിട്ടാണ് ഈ കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പനയിൽ നിന്നും ചെറുതോണിക്ക് പോകുന്ന ഈ ഒരു റൂട്ട് അടിപൊളി വഴിയൊക്കെയാണ്, പക്ഷേ ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപകടങ്ങൾക്ക് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എസ് വളവുകളാണ്. മുൻവശം കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള വളവുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു വഴി വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണം വാഹനം ഓടിക്കുവാൻ. കാരണം മഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള ഒരു കാഴ്ചയൊന്നും കാണത്തില്ല ഇവിടെ. അതുപോലെ മഞ്ഞൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം ഇതിലെ വാഹനം ഓടിച്ച് പോകുക. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് തുടങ്ങിയതിനാൽ തന്നെ ചെറിയ പച്ചപ്പൊക്കെ റോഡുകളിലും കണ്ടു തുടങ്ങി. മൊത്തം കരിഞ്ഞുണങ്ങി കിടക്കുകയായിരുന്നു. ഒരു ആഴ്ചയായതേ ഉള്ളൂ ഇപ്പം മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ കാൽവരി മൗണ്ടിൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് കാൽവരി മൗണ്ട് വരെ ഒന്ന് പോയി നോക്കിയത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2700 അടി ഉയരത്തിലാണ് നമ്മുടെ കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. നല്ല മഞ്ഞൊക്കെയുള്ള സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കുക. നല്ല ഓർമ്മകളുമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങാം. ഇടുക്കിക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ കാൽവരി മൗണ്ട് വ്യൂ പോയിൻറ്റ്. ഇങ്ങോട്ടുള്ള പ്രവേശനം പാസ് മൂലമാണ്. ഒരാൾക്ക് 25 രൂപയാണ്. വാഹനത്തിന് നമ്മൾ വേറെ ചാർജ് കൊടുക്കണം. അപ്പം നമ്മുടെ മിഥുൻ പാസ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പം പാസ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ പോയി കാണാം. അടി ഉയരത്തിൽ നിന്നും ഇടുക്കി ഡാമിലെ വെള്ളത്തിൻ്റെ കാഴ്ചകളും ഒരുപാട് മരക്കൂട്ടങ്ങളും മലനിരകളും എല്ലാം തന്നെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അവധിക്കാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ഒരു വ്യൂ പോയിൻ്റ് സന്ദർശിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സാധാരണ ഇവിടെ വരുമ്പോൾ ഇത്ര ആൾക്കാരൊന്നും ഇവിടെ കാണാറില്ല. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് മടങ്ങാം. മനസ്സിനെ അകറ്റുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു വ്യൂ പോയിൻ്റിൽ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു വിഷമങ്ങൾ മാറും എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് നമ്മുടെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം തന്നെ മാറും. അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് നമ്മുടെ ഇടുക്കിയിലെ കാൽവരി മൗണ്ടിലുള്ളത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ പഴയ ചാനലിൽ നിന്ന് തന്ന സപ്പോർട്ട് ഈ ഒരു ചാനലിലും തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ.